ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗാൽവാലിയത്തിൽ പൗഡർ കോട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെ ഇവിടെ ഒരു വുഡൻ ഫിനിഷിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് മുഴുവനും നമുക്ക് അലുമിനിയം ഷട്ടേഴ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അലുമിനിയം ഷട്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആക്ച്വലി പെർഫറേറ്റഡ് ആയിട്ടുള്ള അലുമിനിയം ഷട്ടേഴ്സ് ആണ്. ഇതിൻ്റെ പെർഫറേഷൻ നമുക്ക് ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഷട്ടർ ഫുള്ള് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പെർഫറേഷൻസ് ഫുള്ള് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു സെമി ഓപ്പൺ ആക്കിയിട്ട് ഇത്തരത്തിൽ പെർഫറേഷൻ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. ഈ ഷട്ടർ വർക്ക് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇത്തരത്തിലാണ് ഈ ഷട്ടറിൻ്റെ ഒരു കണക്ഷൻ എല്ലാം വരുന്നത്. അതിനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് അലുമിനിയത്തിൽ ഇത്തരത്തിലുള്ള ഫിനിഷസ് നമുക്ക് കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടീക്ക് വുഡിൻ്റെ ഒക്കെ ഒരു ഫിനിഷിലാണ് നമുക്കത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മീഡിയം സൈസിലുള്ള അലുമിനിയം ഷട്ടേഴ്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡബിൾ വാൾഡ് ആയിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ കുറേ കൂടെ നമുക്ക് ഒരു അക്വസ്റ്റിക്കലി കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഫ് ഷീറ്റ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള അലുമിനിയം സെക്ഷൻസ് നമുക്ക് കിട്ടും. ഇതും അഗൈൻ ഡബിൾ വാൾഡ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഇൻസേർട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് സൗണ്ടും കുറയ്ക്കാനായിട്ട്, അതായത് മൂവ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഇത്തരത്തിലുള്ള ഷട്ടേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൂടെ പ്രീമിയം സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് മാക്സിമം ഒരു ട്രാൻസ്പെറൻസി കൊടുത്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള അലുമിനിയം ഷട്ടേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സെക്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത്തരത്തിലുള്ള പോളികാർബണേറ്റ് ഷീറ്റിൻ്റെ ഇൻസേർട്സ് കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഷട്ടർ ഈ രീതിയിലാണ് ആ ഷട്ടേഴ്സ് ഫിക്സ് ചെയ്യുന്നത്. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഇത് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഷട്ടറിലേക്ക് ചെയ്തെടുക്കാം. മാക്സിമം ഒരു ട്രാൻസ്പെറൻസി നമുക്ക് ഇതിന് കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് MS-ലും അതുപോലെ GI-ലും ഇത്തരത്തിലുള്ള ചാനൽസ് വരുന്നുണ്ട്. നമ്മൾ MS-ലോ അല്ലെങ്കിൽ GI-ലോ ചെയ്തിട്ടുള്ള ചാനൽസിനെ നമ്മൾ ഇയർലി ഒരു ചെറിയ മെയിൻ്റെനൻസ്, നമ്മൾ ഗ്രീസൊക്കെ കൊടുത്ത്, കാരണം ഇവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ ഒഴിവാകുന്നതിന് വേണ്ടി നമ്മൾ ഗ്രീസൊക്കെ കൊടുത്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അതുകൊണ്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ പോയിട്ട് ഇതിനകത്ത് പോയി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഗ്രീസ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് സെയിം സാധനം നമുക്ക് ഇത്തരത്തിലുള്ള അലുമിനിയം സെക്ഷൻസിൽ നമുക്ക് കിട്ടും. അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് നമുക്ക് സൗണ്ട് പ്രൂഫ് ആയിരിക്കും. അതായത് സൗണ്ട് ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഇൻസേർട്സ് കൊടുത്തിട്ടായിരിക്കും നമ്മുടെ ഷട്ടർ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷട്ടർ ഇതിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്രിക്ഷൻ സൗണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. 14 years ആയിട്ട് ഇത്തരത്തിലുള്ള എൻട്രൻസ് ഓട്ടോമേഷനിൽ ഓൾ ഓവർ സൗത്ത് ഇന്ത്യ അവരുടെ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള റോളിംഗ് ഷട്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും. അടുത്ത വീട്ടിൽ കാണുന്നതായിരിക്കും. Simplify your life. LMT Automations.